എല്ലാവർക്കും നമസ്കാരം. നർമ്മകഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. ശ്രീ ഗോപിനാഥ് പനങ്ങാടിൻ്റെ ഹാസ്യം ഗോപിനാഥം എന്ന പുസ്തകത്തിൽ കഥകളൊക്കെ ഇങ്ങനെ കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കഥ തോറ്റ MLA. വായിക്കട്ടെ, കേൾക്കുമല്ലോ അല്ലേ? കഥയിലേക്ക്. കൂടിക്കാഴ്ചയ്ക്കുള്ള കുറിമാനം വന്നപ്പോൾ സന്തോഷ് കുമാറിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യാതെയായി. വിവരമറിഞ്ഞ് സഹോദരി ഭർത്താവ് രാജശേഖരൻ പാഞ്ഞെത്തി. നമുക്ക് ആരെങ്കിലും പിടിക്കണം, ഇന്നത്തെ കാലത്ത് ശുപാർശയില്ലാതെ ഒന്നും നടക്കുകയില്ല. അച്ഛൻ: അതിൻ്റെ ആവശ്യമൊന്നുമില്ല രാജാ, മോൻ വളരെ ക്വാളിഫൈഡ് അല്ലേ, 10 വേക്കൻസികൾ, അതിലൊന്നെങ്കിലും കിട്ടാതിരിക്കുമോ? ക്യാൻവാസിംഗ് മേ ഡിസ്ക്വാളിഫൈ എന്നാണ് ഇന്റർവ്യൂ കാർഡിൽ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് എഴുതുന്നതാ. ഏതായാലും സന്തോഷിന് ഈ ജോലി വാങ്ങിയെടുത്തിട്ടേ ഉള്ളൂ വേറെ കാര്യം. സന്തോഷേ, ഞാൻ ബുധനാഴ്ച രാവിലെ എത്തും. പിറ്റേന്നല്ലേ ഇന്റർവ്യൂ? റെഡി ആയിരുന്നോളണം, നമുക്കൊപ്പം പോവാം. ഒരാളെ കാണാനുണ്ട്, ഞങ്ങളുടെ യൂണിയന്റെ പ്രസിഡന്റാ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയെങ്കിലും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാ. ബുധനാഴ്ച. നേതാവ് ചാരു കസേരയിൽ കിടന്നും ഇരുന്നും രണ്ടുമല്ലാത്ത പോസിലും വാരികയിലെ വാരഫലം വായിച്ചു കൊണ്ടിരുന്ന വൈകുന്നേരം അളിയൻസ് ഇരുവരും പടി കടന്നു ചെന്നു. തന്നെ ഈടെയൊന്നും ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. നേതാവ് വലിയ വായിൽ അട്ടഹസിച്ചുകൊണ്ട് രാജനെ കെട്ടിപ്പിടിച്ചു. ഇതാരാ കൂടെ? സന്തോഷ്, ബ്രദറിൻലോ ആണ്. നേതാവ് സീനിയർ അളിയനെ ഉപേക്ഷിച്ച് ജൂനിയർ അളിയനെ കെട്ടിപ്പിടിച്ചു. പിന്നീട് നേതാവിനാൽ അനുഗതരായി സ്യാലന്മാർ ഇരുവരും സ്വീകരണ മുറിയിലേക്ക് കയറി. ചേച്ചിയില്ലേ? രാജശേഖരൻ ചോദിച്ചു. അവൾ നാട്ടിൽ പോയി, 2 ദിവസം കഴിഞ്ഞേ വരൂ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒറ്റ ഓട്ടത്തിന് കാറിനടുത്തെത്തി ഒരു കുപ്പി വിസ്കിയും സോഡയുമായി മടങ്ങിയെത്തി. തോറ്റ MLA. ഇത് കൂടിയ സൈസ് സാധനമാണല്ലോ, വിദേശിയാണല്ലേ? രാജശേഖരൻ: അവൽ പൊതിയില്ലാതെ ഞാൻ എന്നെങ്കിലും വന്നിട്ടുണ്ടോ ഗുരു? ഇനി വന്ന കാര്യം പറയാം. സന്തോഷിന് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, വേണ്ടപ്പെട്ടവരെ വിളിച്ച് ശരിയാക്കി തരണം. സന്തോഷ് കുമാർ ബാഗ് തുറന്ന് ഇന്റർവ്യൂ കാർഡ് എടുത്ത് നേതാവിനെ കാണിച്ചു. നേതാവ്: കോളേജിൽ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നോ? ഇക്കാലത്ത് 3rd ക്ലാസ്സിലൊക്കെ ജയിക്കുന്നവർക്ക് സാധ്യത കുറവാ. സന്തോഷ് കുമാർ വീണ്ടും ബാഗ് തുറന്ന് ചില അനുസാരികൾ നേതാവിനെ കാണിച്ചു. സർവകലാശാലയിലെ 1ാം റാങ്കുകാരന് ചാൻസലറായ ഗവർണർ നൽകിയ സ്വർണപ്പതക്കം, പത്രത്തിൽ വന്ന ഫോട്ടോകളുടെ കട്ടിങ്സ്. നേതാവിന്റെ കണ്ണ് തള്ളിയെങ്കിലും ഒരു പുഞ്ചിരിയിൽ അത് ഒതുക്കി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാഷിന്റെ തലയിൽ സ്ലേറ്റ് വെച്ച് ഒരു വീക്ക് ഇറങ്ങി ഓടിയതിൽ പിന്നെ പാഠശാലകളുമായി കഥാപുരുഷന് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ ഒരു കളിയേ. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ ഉപദേശക സമിതിയിൽ കക്ഷി അംഗമാണ്. ഓരോരുത്തരുടെ യോഗേന്ദ്ര മക്കുവാന. തള്ളിയ കണ്ണ് അകത്തേക്ക് വലിഞ്ഞപ്പോൾ അദ്ദേഹം 1-2 ഫോണുകളിൽ വിളിച്ച് നിരാശനായി. രാത്രി വിളിക്കാം, അപ്പോഴേ ഇവന്മാരൊക്കെ ഫ്രീ ആകൂ. രാജാ, ആ മാനേജിംഗ് ഡയറക്ടർ എന്റെ അടുപ്പക്കാരനാ. നാളെ 9 മണിക്കല്ലേ ഇന്റർവ്യൂ? ഇന്ന് ഇവിടെ കൂടി നമുക്ക് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവാം. നമ്മുടെ സന്തോഷിനെ അദ്ദേഹത്തെ ഒന്ന് കാണിക്കുകയും വേണമല്ലോ. രാജശേഖരൻ: ചേച്ചി ഇവിടെ ഇല്ലാത്തത് കാരണം ടച്ചിങ്സ് കാണില്ലല്ലോ. ഞാനിപ്പോ വരാം. സീനിയർ അളിയൻ കാറുമായി പുറത്തേക്ക് പായുകയും അരമണിക്കൂറിന് ശേഷം ചിക്കൻ മസാല, ബ്രെഡ്, ചപ്പാത്തി മുതലായവയുമായി രംഗപ്രവേശനം നടത്തുകയും ചെയ്തു. നേതാവ് യുദ്ധപ്രഖ്യാപന വിളംബരം വായിച്ച ശേഷം വിദേശ നയതന്ത്ര പ്രതിനിധിയുടെ കുപ്പി തുറന്ന് 1 ഔൺസ് എടുത്ത് ഉദ്യോഗാർത്ഥിയായ സന്തോഷ് കുമാറിന് നൽകി ചിയേഴ്സ് വിളിച്ചു. ലൈബ്രറിയിലെ പുസ്തകങ്ങളുമായി മാത്രം പരിചയമുള്ള കഥാനായകൻ ഗ്ലാസും പിടിച്ചിരുന്ന് വിറച്ചു. ലേശം അകത്ത് ചെല്ലട്ടെ സന്തോഷേ, എന്നാലേ നാളെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു ചൊടിയും ചുണയും ഒക്കെ ഉണ്ടാവുള്ളൂ. ആശാൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും അളിയൻ മൗനസമ്മതം നൽകുകയും ചെയ്തപ്പോൾ പാവം സന്തോഷ് കുമാർ 3/4 ഗ്ലാസ് പാനീയം വെള്ളം ചേർക്കാൻ മറന്ന് ഒറ്റ വലിക്ക് കുടിച്ചു. അതോടെ ആശാനും ശിഷ്യഗണങ്ങളും കംപ്ലീറ്റ്ലി ഔട്ട്.
ജനലിലൂടെ വെയിൽ തലയ്ക്കടിച്ചപ്പോൾ വിരലുകളുടെ സഹായത്തോടെ പൊടി ഡെപ്പി തുറക്കുന്നത് പോലെ കണ്ണു തുറന്ന് കെ സന്തോഷ് കുമാർ ചുറ്റും നോക്കി. നേതാവ് സോഫയിലും കെ രാജശേഖരൻ പരവതാനിയുടെ ഒരറ്റത്തും കിടന്ന് കൂർക്കം വലിക്കുന്നു. കെ സന്തോഷ് കുമാർ ഇന്റർവ്യൂ കാർഡിലെ സമയം നോക്കി. രാവിലെ 9 മണി. പിന്നീട് സ്വന്തം വാച്ചിലെയും ചുവരിലെ ക്ലോക്കിലെയും സമയങ്ങൾ മാറി മാറി നോക്കി. സമയം 11 മണി. ഇനി ഞാൻ ഇതിന്റെ ബാക്കിയൊന്നും പറയണ്ടല്ലോ. ശേഷം ചിന്തനീയം. ശുഭം. അടുത്ത കഥ മറിയാമ്മ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. ഇനി അതെന്താന്നും കൂടെ നോക്കാട്ടോ. യോഹന്നാൻ എന്നു പേരുള്ള അദ്ദേഹം കേരളീയനും ആലുവയ്ക്ക് സമീപത്തുള്ള ഒരു ഗ്രാമവാസിയുമായിരുന്നു. കേരളത്തിലെ എല്ലാ അണക്കെട്ടുകളുടെയും താക്കോൽ ആരോ ഊരിക്കൊണ്ടുപോയത് മൂലം സംസ്ഥാനം മുങ്ങിപ്പോയ ഒരു പ്രളയം കേരളത്തിലുണ്ടായല്ലോ. അതാണ് കഥയുടെ പശ്ചാത്തലം. നമ്മുടെ വ്യോമസേന അവരുടെ ട്രെയിനികളെ പരിശീലിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിൽ അടുത്ത കാലം മുതൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നാം അത്ഭുത പഞ്ചര കുഞ്ചികൾ ആകുന്നത്. ക്ഷമിക്കണം, പുതിയ വാക്കാണ്. അത്ഭുത പരവശരാകുമ്പോൾ കഴുത്തിന് പിന്നിലെ കുഞ്ഞു രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറില്ലേ? ആ അവസ്ഥയെയാണ് പ്രസ്തുത പ്രയോഗത്തിലൂടെ കവി വ്യംഗ്യിപ്പിക്കുന്നത്. ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ശബ്ദതാരാവലി എന്ന മലയാള നിഘണ്ടു എഴുതി പൂർത്തിയാക്കി കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞതിനാൽ പ്രസ്തുത ഗ്രന്ഥത്തിന്റെ തുടർഭാഗങ്ങൾ എന്നെ പോലുള്ള പണ്ഡിതന്മാർ വിചാരിച്ചാലല്ലേ എഴുതി യോജിപ്പിക്കാൻ കഴിയൂ. അത് പോകട്ടെ, കഥാകഥനത്തിലേക്ക് വരാം. വെള്ളപ്പൊക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ആ വെള്ളപ്പൊക്കത്തിൽ അയൽക്കാർ മുഴുവൻ നീന്തി തുടിച്ചപ്പോൾ അച്ചായനും മറിയാമ്മയും മഹാപ്രളയത്തെ നോക്കി ചിരിച്ചു. ഇരുനില വീടാണ് അവരുടേത്. ഏറ്റവും താഴെയുള്ള മുറികളിലാണ് ഈ ദമ്പതികൾ അന്തി ഉറങ്ങിയിരുന്നത് എങ്കിലും വെള്ളം പൊങ്ങിയപ്പോൾ അവർ അടുത്ത നിലയിലേക്ക് കയറി. സ്റ്റൗവ്, ചിരവ മുതലായ ഗൃഹോപകരണങ്ങളും ഒരു ട്രാൻസിസ്റ്റർ റേഡിയോയും അവരോടൊപ്പം മുകൾ നിലയിലേക്ക് പൊങ്ങി. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന അയൽവാസികളെ രക്ഷാപ്രവർത്തകർ പുനരധിവാസ കേന്ദ്രങ്ങളായി മാറിയ സ്കൂളുകളിലേക്ക് മാറ്റി. അങ്ങനെയിരിക്കെ ആദ്യ പ്രഭാതത്തിൽ അച്ചായൻ ചുറ്റുമുള്ള വെള്ളപ്പൊക്കം കാണാൻ വീടിന്റെ ടെറസിൽ കയറി. ശരീരത്തിന്റെ വശങ്ങളിലേക്ക് നീങ്ങി നാണം കെടുത്തുന്ന ഒരു തോർത്ത് ആയിരുന്നു വേഷം. അങ്ങനെ നിൽക്കുമ്പോൾ തലയ്ക്ക് മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറന്ന് കടന്നുപോയി. അച്ചായൻ കൈവീശി അഭിവാദ്യം ചെയ്തു. പാവങ്ങൾ കഷ്ടപ്പെട്ട് സേവനം ചെയ്യുകയാണ്. മേരാ ഭാരത് മഹാൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ മടങ്ങി വന്ന് വീടിന്റെ ടെറസിൽ ഇറങ്ങി. അതിന്റെ പങ്കയുടെ കാറ്റ് ഏറ്റ് തോർത്തിന്റെ സ്ഥാനം തെറ്റിയപ്പോൾ അച്ചായൻ തോർത്തിനെ ചുറ്റിപ്പിടിച്ച് സംരക്ഷിച്ചു. ഉടനെ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയ 2 നീലക്കുപ്പായക്കാർ കക്ഷിയെ പൊക്കി ഹെലികോപ്റ്ററിനകത്താക്കി. ഹെലികോപ്റ്റർ തെക്കോട്ട് പറന്നു. വൈമാനികൻ ഫ്ലാസ്കിൽ നിന്ന് ചൂട് ചായ പകർന്ന് അതിഥിക്ക് നൽകി. അത് പട്ടാളക്കാരുടെ ഒരു സ്റ്റൈലാണ്. തന്റെ വീട് അകന്നകന്നു പോകുന്നത് അദ്ദേഹം വിമാനത്തിലിരുന്ന് കണ്ടു. മറിയാമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. വൈമാനിയർക്ക് മലയാളം അറിയാതിരുന്നതിനാലും അച്ചായനും മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയാതിരുന്നതിനാലും വിമാനത്തിനുള്ളിൽ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. വിമാനം റൺവേയിൽ ഇറങ്ങിയപ്പോൾ പത്രക്കാർ വളഞ്ഞു. നല്ല സ്റ്റോറിയുള്ള കഥയല്ലേ അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇറങ്ങിയ സ്ഥലം കൊച്ചി നാവികത്താവളം അല്ലെന്നും തിരുവനന്തപുരത്തെ ഫയർ ഫോഴ്സ് സ്റ്റേഷനാണെന്നും അവരിൽ നിന്ന് അറിഞ്ഞതോടെ അച്ചായൻ നിരുദ്ധ കണ്ഠനായി. മക്കളെ, ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ കഷ്ടപ്പെടുന്ന ഇവരെ കണ്ടപ്പോ ഞാൻ ബഹുമാനത്തോടൊന്നും കൈവീശി കാണിച്ചതാണ്. അത് പൊല്ലാപ്പായി. വൈമാനികരോട് അദ്ദേഹം ചോദിച്ചു. മറിയാമ്മ ഇപ്പൊ വിഷമിക്കുന്നുണ്ടാവും. എന്നെ ഈ വിമാനത്തിൽ തന്നെ തിരിച്ച് ആലുവയിൽ വിട്ടുതരുമോ സാറേ? അവസാനം വിവരമറിഞ്ഞെത്തിയ മലയാളി ഓഫീസർമാർ അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് മുണ്ടും ഷർട്ടും കൊണ്ടുവന്ന് ഉടുപ്പിച്ച ശേഷം ആലുവയ്ക്കുള്ള ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ചായനെ യാത്രയാക്കി. കഥ മുഴുവൻ അറിഞ്ഞ ആ കുളത്തെ ഫയർഫോഴ്സ് കുടുംബങ്ങൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിരി നമുക്കും തുടരാം. അപ്പോൾ ഇനി 2-3 കഥകൾ കൂടെ ബാക്കിയുള്ളൂ. അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. നന്ദി, നമസ്കാരം.